നമസ്കാരം. മാർച്ച് മാസത്തിലെ ചാരഫലം ഏതാണ്ട് മാർച്ച് 1 തൊട്ട് 13 വരെ ഒരു ഗ്രഹസ്ഥിതിയും പിന്നീട് ഗ്രഹസ്ഥിതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഈ മാർച്ച് 1 തൊട്ട് 13 വരെ സൂര്യൻ ബുധനൊക്കെ കുംഭം രാശിയിലാണ് നിൽക്കുക. മാർച്ച് 14 സൂര്യൻ്റെ സംക്രമണം, സൂര്യൻ മീനം രാശിയിലേക്കാവണം. അതേപോലെ ചൊവ്വയുടെ ചില മാറ്റം, ചൊവ്വയും ശുക്രനും മാറുന്നുണ്ട്. മാർച്ച് 7 ഈ കുംഭത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രഹസ്ഥിതി, മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി കുറച്ച് ശ്രദ്ധിക്കണം. ഈ പാപഗ്രഹങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് വരുന്നൊരു ഗ്രഹസ്ഥിതിയാണ്. അതായത് സൂര്യൻ, ചൊവ്വ, ശനി, രാഹു ഇവരെല്ലാവരും ഏതാണ്ട് ഈ കുംഭം രാശി, മീനം രാശി ഇങ്ങനെ 2 രാശികളിലായിട്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ചില പ്രത്യേക നക്ഷത്രക്കാർ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. ആദ്യം ഈ സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, നമ്മൾ ഈ ഗോചരഫലമൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നത്, ഓരോ മാസത്തെയും ഗോചരഫലങ്ങൾ നമ്മൾ കേൾക്കുന്നത് അതിങ്ങനെ കേട്ട് വെറുതെ ടെൻഷൻ അടിക്കാൻ അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടാൻ, അതിനല്ല. അതനുസരിച്ച് ആ മാസത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഇപ്പം നമ്മൾ കാലാവസ്ഥാ പ്രവചനം പോലെയാണ്. വലിയ മഴയുണ്ട്, യെല്ലോ അലേർട്ടോ റെഡ് അലേർട്ടോ ഒക്കെയാണ്, നമ്മൾ കുറച്ച് ശ്രദ്ധിക്കില്ലേ? അങ്ങനെയാണ് ഈ ഒരു ഗോചരഫലത്തെ കണ്ടാൽ മതി. ചിലപ്പോൾ ഒക്കെ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ മഴ പെയ്യാണ്ടിരിക്കാം, കാലാവസ്ഥാ പ്രവചനം. അതുപോലെ ഇതും ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നു വരാം. അങ്ങനെ തന്നെ സംഭവിക്കും, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു മാസത്തെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കാൻ ഈ ഗോചരഫലം നിങ്ങളെ സഹായിക്കും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു ലൈഫ് പ്ലാനിങ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്, അല്ലെങ്കിൽ ഒരു വെൽത്ത് പ്ലാനിങ്, അതുപോലൊക്കെ, അല്ലെങ്കിൽ അതിലൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും. സാധാരണ ഈ ഒരു മീനമാസത്തിൽ ശ്രദ്ധിക്കേണ്ട 2 നക്ഷത്രക്കാർ ചതയം, പുരുട്ടാതിക്കാരാണ്. ചതയം നക്ഷത്രത്തിൽ ശനി മൗഢ്യവാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ നക്ഷത്രത്തിൽ തന്നെയാണ് ശനിയുടെ സ്ഥിതി. ഈ പുരുട്ടാതി അവസാന പാദക്കാർ, പുരുട്ടാതി മീനം രാശി, അവരും കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഈ സൂര്യൻ ആ കൂറിൽ വരുന്നു, ശനി 12, ചൊവ്വ 12, എല്ലാം കൂടി അങ്ങനെ ഒരു ഗ്രഹസ്ഥിതി വരണമുണ്ട്. പ്രത്യേകമായിട്ടും ഈ നക്ഷത്രക്കാർ കുറച്ചൊരു പ്രിവെൻറ്റീവായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് സാഹസികൃത്യങ്ങളിലൊന്നും പോയി പെടരുത്. ആരോഗ്യ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ 2 നക്ഷത്രക്കാർ പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓരോന്നോരോന്നായിട്ട് പറയാം. അശ്വതി, ഭരണി, കാർത്തികകാല, മേടക്കൂറ്. ഇവർക്ക് ഈ മാർച്ച് 13 വരെ വലിയ കുഴപ്പമില്ല. ഈ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ 14 കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാറും. കാരണം സൂര്യൻ 12 വരും, സൂര്യനും രാഹുവും കൂടി 12 വരും. അതേപോലെ തന്നെ ഈ കുജനും കുംഭത്തിലേക്ക് വരും. അപ്പോൾ പൊതുവെ മാർച്ച് 14 ശേഷം ദോഷഫലങ്ങൾക്ക് ഒരു സാധ്യത കൂടുതലുണ്ട്. ഈ ജന്മവ്യാഴം എന്നുള്ള നിലയിൽ ഇവർ കുറച്ച് കഷ്ടത ഇങ്ങനെ അനുഭവിച്ച് വരുന്ന ആൾക്കാരാണ്.
ഇപ്രാവശ്യം ഇവരുടെ ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മേടം രാശിക്കാരുടെ ജോലിയാണ്. ജോലി നഷ്ടപ്പെടാണ്ട് ശ്രദ്ധിക്കണം. കാരണം ഈ 10ാം ഭാവത്തിലെ പാപഗ്രഹങ്ങളുടെ സ്ഥിതി, 11ാം ഭാവത്തിലേക്കുള്ള ഈ ചൊവ്വയുടെയൊക്കെ ഒരു സംക്രമം, ഇതെല്ലാം തന്നെ കർമ്മമുണ്ടെങ്കിലേ വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ കർമ്മഭാവത്തിലേക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു മാസമാണ്. ആ ഒരു ഭാവത്തിലാണ് കൂടുതലായിട്ടും മേടം രാശിക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അവനവൻ്റെ ജോലി പോവാതെ നോക്കണം. ജോലിയിൽ നന്നായിട്ട് ഒരു പെർഫോം ചെയ്യാൻ ഒക്കെ ശ്രമിക്കണം. പിന്നെ കണ്ണിന് അസുഖം വരാതെ നോക്കണം. കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ നല്ല സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടതായ ചികിത്സ വേണം. അതേപോലെ തന്നെ ഈ അശ്വതി ഭരണി കാർത്തികക്കാലുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഈ ചെറിയ ഓപ്പറേഷനൊക്കെ കണ്ണിന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഈ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് മതി എന്നൊരു ജ്യോതിഷാഭിപ്രായമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ കുറച്ച് ഈ കോംപ്ലിക്കേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പാദത്തിന് വരുന്ന അസുഖങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. അതും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളാക്കി വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ സാധാരണ നമ്മുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കുടുംബം അങ്ങനെയുള്ള ആളുകളായിട്ട് ഇടപഴകുമ്പോഴും നമ്മുടേതായ ഒരു തെറ്റുകളെ കൊണ്ട് അവർ നമ്മളെ തെറ്റിദ്ധരിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഒരു ദോഷം വരാനും എല്ലാം ഈ മേടക്കൂറുകാർക്കൊരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും ഈ ശിവനെയും സുബ്രഹ്മണ്യനെയും രാഹുവിനെയും, അതായത് സർപ്പ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്തുന്നത് വിശേഷമായിരിക്കും ഈ ഒരു രാശിക്കാർ. ഇടവം രാശിക്കാർ കാർത്തിക, മുക്കാല, രോഹിണി, മകീരത്തിലര കുറച്ചൊക്കെ ഒരു നല്ല ഫലങ്ങൾ കാണാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. കാരണം വ്യാഴം പതുക്കെ ആ 12 ദോഷങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. മെയ് 1 വ്യാഴം ഇടവം രാശിയിലേക്ക് വരുമ്പോൾ വ്യാഴത്തിൻ്റെ സമ്പർക്കം അടുത്തടുത്ത് വരുന്നുണ്ട്. ഇത് പറയാൻ കാരണം കുറേ കാലമായിട്ട് ഈ നക്ഷത്രക്കാർ വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. കണ്ടകശനിയായിട്ടും വ്യാഴം 12 ഒക്കെ. ഈ ഒരു സമയം കുറച്ച് ഒരു ഗുണം ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് നടത്താൻ കഴിയും. അതേപോലെ തന്നെ ആരോഗ്യപരമായും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും കിട്ടാണ്ട് കിടക്കുന്ന പൈസകളൊക്കെ പതുക്കെ കിട്ടി തുടങ്ങും. അതിനൊക്കെ വേണ്ടി ഒന്ന് ഉത്സാഹമായിട്ടൊന്ന് ശ്രമിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. 5ാം ഭാവത്തിലെ 5ാം ഭാവപതി ആയിട്ടുള്ള ഗ്രഹം ഏതാണ്ടൊരു നീചത്തിലേക്ക് വരണം. അതേപോലെ തന്നെ ഭാവത്തിലെ കേതു, ഇതെല്ലാം കുറച്ച് ടെൻഷനൊക്കെ തരും. എന്നാൽ പോലും അതിനെയൊക്കെ ഒന്ന് അതിജീവിച്ച് മുമ്പോട്ട് പോയാൽ നടക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ നടക്കാനും ഏതെങ്കിലും കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ അനുകൂലമായ വിധി വരാനും ഈയൊരു സമയം നല്ലതാണ്. ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടിൽ നിന്നും ചില മാറ്റങ്ങളുണ്ടായി കുറച്ച് അനുകൂലമായ ഒരവസ്ഥ വരാൻ പോവുകയാണ്. നമ്മളതും പറയണമല്ലോ, ദോഷം മാത്രം പറഞ്ഞാൽ പോരാ. ദോഷൈക ദൃക്കായിക്കൊണ്ട് ദോഷം മാത്രം പറഞ്ഞാൽ പോരാ. നല്ല കാലങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല സമയങ്ങൾ വരുമ്പോൾ അതും നമ്മൾ പറയണം. ഇത് ജ്യോതിഷത്തിൻ്റെ പ്രവചനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതിൽ നിങ്ങളുടെ ദശ അല്ലെങ്കിൽ നിങ്ങളുടെ അന്തർദശകൾ അതൊക്കെ ഇതിൽ വേറെയായിട്ട് വരും. ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു വഴി മാത്രമാണ്. എന്നാലും നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്ന ഒരു സമയമാണ് ഇടവം രാശിക്കാർക്ക്. മിഥുനം രാശിയും അതേപോലെ തന്നെ മകീരത്തിലര, തിരുവാതിര, പുണർദത്തിൽ മുക്കാല്.
അവിടെ ആ ഗ്രഹക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാസത്തിൽ ഈ പിതൃസ്ഥാനീയർക്ക് എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ അങ്ങനെയൊക്കെ വരാൻ ഒരു സാധ്യതയുള്ളതുകൊണ്ട് പിതൃസ്ഥാനത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, അങ്ങനെ മുത്തശ്ശനോ അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ളവരെയൊക്കെ അവരുടെ ആരോഗ്യമൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ ഒരു അവസ്ഥ ഈ ഒരു സമയത്ത് വരാൻ പോണത് ഒന്നിനും ഒരു പ്രവൃത്തി എടുക്കാൻ ഉള്ള ഊർജം കയ്യിൽ നിന്ന് പോവും എന്നാണ്. ഒരു നിസ്സംഗാവസ്ഥ ഈ രാശിക്കാരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ജാഗ്രതയായിട്ടിരുന്നുകൊണ്ട് തന്നെ ആ നിസ്സംഗഭാവം ഈ ഗ്രഹസ്ഥിതി കൊണ്ടാണെന്ന് മനസ്സിലാക്കി വീണ്ടും ഉത്സാഹത്തോടുകൂടി അത് മനസ്സിലാക്കി ഉത്സാഹത്തോടുകൂടി പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അതേപോലെ തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരിക, അതും ഒന്ന് ശ്രദ്ധിക്കണം. എന്ത് കാര്യങ്ങൾക്ക് പുറപ്പെട്ടാലും നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പോലെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം. അതുപോലെ പോലീസ് കേസ്, മറ്റുള്ള കേസ്, വഴക്കുകൾ ഇതൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കുറച്ച് ശ്രദ്ധിക്കണം. കാരണം വ്യാഴം 11-ലുള്ളത് കൊണ്ട് കുറച്ച് കാലം നന്നായിട്ടൊക്കെ നല്ല ഫലങ്ങളൊക്കെ അനുഭവിച്ച് വന്നവർ ഈ മാസത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഇപ്പോൾ മാർച്ച് മാസം എന്ന് പറയുന്നത് ഈ ഇയർ എൻഡിങ്, ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡാണ്. അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളും ഒക്കെ നോക്കണം. അവർക്കും ഈ പറഞ്ഞ ജോലിയുടെ ഒരു പ്രശ്നം കാണാനുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ജോലി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ നിന്ന് ശമ്പളം കുറയാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് ആ രാശിക്കാർ അതും പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അടുത്ത കൂറുകാർ എന്ന് പറയുന്നത് പുണർദത്തിൽ, കാല്, പൂയം, ഐല്യം, കർക്കിടകം രാശി. കർക്കിടക രാശിക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സമ്മിശ്രമായ ഫലമാണ്. പക്ഷെ അതിൽ ഈ സമ്മിശ്രമായ ഫലം എന്താ, ഗുണദോഷ ഫലം, കുറച്ച് ഗുണമുണ്ട്, കുറച്ച് ദോഷമുണ്ട്. പക്ഷേ ഈ രാശിക്കാർ പ്രധാനമായിട്ട് ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഷ്ടമത്തിൽ ഈ മാർച്ച് മാസത്തിൽ ശനിയും ഈ കുജനുമൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചൊരു ഈ പറഞ്ഞ പോലെ മാർച്ച് ഒരു 14-ന് ശേഷം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലും നെഞ്ചിനൊക്കെ അസ്വസ്ഥതയൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ നെഞ്ചുവേദനയൊക്കെ വന്നാൽ വേഗം തന്നെ ഡോക്ടറെ കാണണം. അല്ലെങ്കിൽ ശ്വാസകോശ രോഗമുള്ളവർ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, അതേപോലെ എന്തെങ്കിലും പ്രമേഹമോ പ്രഷറോ ഒക്കെ അതിനൊക്കെ നിരന്തരമായി മരുന്ന് കഴിക്കുന്നവരൊക്കെ ഈ സമയത്ത്, ഈ കാലത്ത് ഒന്ന് ജാഗ്രതയോടുകൂടി ഈ പുണർദത്തിൽ കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ അമിതമായ കോപം ഉണ്ടാവും ഈ സമയത്ത്, അതിനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അത് വലിയ ദോഷം ഉണ്ടാവും. സാമ്പത്തികമായ ഈ കടം കൊടുക്കലൊക്കെ, ആരെങ്കിലും വലിയൊരു എമൗണ്ട് ചോദിച്ചു ചാടി കയറി കൊടുത്തേക്കരുത്. കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് ഈ സമയം. അതുകൊണ്ട് അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങൽ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വല്ലാത്ത ഈ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മാസം. അതുകൊണ്ട് ഈ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ ഒരു സൗകുമാര്യത നിലനിർത്താൻ ശ്രമിക്കണം. വേണ്ട വിധം ഉള്ള വിട്ടുവീഴ്ചകളും ചെയ്യണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ വഴക്കുണ്ടാവാനുള്ള ഒരു സമയവും കൂടിയാണ് കർക്കിടക കൂറുകാർക്ക് ഈ മാർച്ച് മാസം. കർമ്മപരമായിട്ട് അങ്ങനെ വലിയ ദോഷം ഇല്ല. ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും വരാൻ സാധ്യതയില്ല. അവനവൻ്റെ കാര്യത്തിന് വേണ്ടതായ ധനമൊക്കെ ലഭിക്കും. ക്യാഷ് ഫ്ലോയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ആർക്കും വരില്ല. പക്ഷെ ആരോഗ്യപരമായി ഉള്ള വിഷയങ്ങൾ, കുടുംബപരമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന് മകം, പൂരം, ഉത്രത്തിക്കാലം, ചിങ്ങക്കുറ് വളരെ ശ്രദ്ധിക്കണേ. അഷ്ടമത്തിൽ രാഹു, സൂര്യൻ, 7-ൽ ശനി, ചൊവ്വ വളരെ വളരെ ഈ രാശിക്കാരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഈ പുതിയ പനികളൊക്കെ പിടിപ്പിക്കാണ്ട് നോക്കണം. ഈ ജ്വരബാധ അവർക്ക് ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇനി പനി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വേണ്ട പോലെ, ഇപ്പോൾ എന്താ പറയുക, പുതിയ പനികൾ ധാരാളം ഉണ്ടല്ലോ. ചിക്കൻ ഗുനിയ വരെ ഉണ്ടെന്നാണ് പറയുക. ചിക്കൻ ഗുനിയ, ഡെങ്കു, അങ്ങനെയുള്ള ഗൗരവമായിട്ടുള്ള ജ്വരബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ജ്വരം വന്നു കഴിഞ്ഞാൽ ഈ കൃഷ്ണനെ ഭജിക്കുക,
ശിവനെ ഭജിക്കുക എന്നതാണ് അതിൻ്റെ പരിഹാരം. ഈ കൂറുകാർ ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതും വിശേഷമായിരിക്കും. അവരത് ചെയ്തോട്ടെ. കാരണം ഇത്ര അഷ്ടമത്തിൽ ഇത്രയും പാപഗ്രഹങ്ങൾ വരുമ്പോൾ ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് അവർക്കും ഈ പറഞ്ഞ പോലെ കുടുംബത്തിലെ ആളുകളുമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പം അച്ഛനോ അമ്മയോ ഒക്കെ ആയിട്ട് വഴക്കുണ്ടാവാനോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന മാനസിക ക്ലേശത്തിനൊക്കെ ഈ സമയത്ത് ഒരുപാട് സാധ്യതയുണ്ട് ഈ ചിങ്ങക്കൂറുകാർക്ക്. അതുകൊണ്ട് ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ജോലി ഉണ്ടെങ്കിലും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, അതങ്ങനെ ലീവ് എടുക്കേണ്ടി വരിക, അവസാനം ലീവ് ഇല്ല എന്ന് പറയുക, പിന്നെ ജോലി പോവുക, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് രാജിവെക്കേണ്ടി വരിക. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടും നല്ല ബാധ്യതയും ഈ സമയത്ത് വരും. പക്ഷെ അതൊന്നും സാരാക്കാനില്ല. അതൊക്കെ മാർച്ച് മാസം കഴിഞ്ഞാൽ മാറിക്കോളും. അങ്ങനെയാണല്ലോ ഈ ഒരു ടർബുലൻസ് പീരീഡ് എന്ന് പറഞ്ഞ പോലെ. ആ ടർബുലൻസ് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ മാർച്ച് മാസത്തിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം ഈ ചിങ്ങക്കൂറുകാർ. അതിൽ യാതൊരു ഇതുമില്ല. കാരണം ഗ്രഹസ്ഥിതി കുറച്ച് പ്രതികൂലമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹസ്ഥിതി കുറേ കാലമായിട്ട് അങ്ങനെ വരാറില്ല. എല്ലാ പാപഗ്രഹങ്ങളും കൂടി ഇങ്ങനെ ചേർന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതിന് സാമൂഹികമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാവാം. പലപ്പോഴും സമൂഹത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാലവർഷ വ്യതിയാനം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് യുദ്ധമോ ഭൂകമ്പമോ ഒക്കെ ഉണ്ടായിട്ട് അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുക, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാവരും കുറച്ചൊരു ശ്രദ്ധയോടെ ജീവിക്കേണ്ട സമയമാണ്. അടുത്ത കൂറുകാരും കന്നിക്കൂറുകാരും അങ്ങനെ തന്നെയാണ്. അവരൊക്കെ ഇങ്ങനെ ഈ നമ്മൾ പേന കൊണ്ട് ചുമന്ന മഷിയിൽ ഇങ്ങനെ വരയ്ക്കില്ലേ, അതുപോലെ വരയ്ക്കേണ്ടവരാണ്. പറഞ്ഞ് പേടിപ്പിക്കുകയല്ല കേട്ടോ, ജാഗ്രത വേണം എന്ന് പറഞ്ഞാണ്. ഈ ഉത്തരത്തിൽ മുക്കാൽ, അത്തം, ചിത്രയിലര. കാരണം 7 രാഹുവും സൂര്യനുമാണ്. എങ്ങനെയൊക്കെ പോയാലും ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ വഴക്കുണ്ടാക്കാണ്ടിരിക്കുകയില്ല, വഴക്ക് തുടങ്ങും. അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കോളാം. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കി, ഇത് ഗ്രഹസ്ഥിതികാരനാണ്, അതുകൊണ്ട് ഞങ്ങൾ നിയന്ത്രിക്കാം, ഇനി അങ്ങോട്ട് കുതർക്കങ്ങൾ വേണ്ട, അവിടെ നിർത്തിക്കോളും. അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഈ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, അപ്പോൾ എന്തെങ്കിലും വല്ലാതെ വഴക്കൊക്കെ ഉണ്ടായി വല്ല ഡൈവോഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ ഡൈവോഴ്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഈ മാർച്ച് മാസം വരെ കഴിയണവരൊന്ന് ക്ഷമിക്കുക. ഈ മാസത്തിൽ അങ്ങനെയൊക്കെ തോന്നും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഈ ആളുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും വസ്തുവകകൾ വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക്, സ്ഥലമൊക്കെ വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് പറ്റും. അതേപോലെ സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവർക്കും എല്ലാം തന്നെ ഈ മാസം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉപജയത്തിൽ ചൊവ്വയൊക്കെ വരണമുണ്ട്. കുറച്ച് വിജയരാശിയിൽ ചൊവ്വ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഒരു ഫലവും കൂടി ഉണ്ട്. അവരും ആരോഗ്യത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ചും ഈ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങൾ വന്നുകൂടാൻ സാധ്യതയുള്ള സമയമാണ്. ഒരു തലനീരിറക്കത്തിൽ തുടങ്ങി പിന്നെ മേലും മുഴുവൻ നീര് വരിക, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയൊക്കെയുള്ള പല പല നീരിൻ്റേതായ അസുഖങ്ങൾ, ഇതൊക്കെ വരാൻ ഒരു സാധ്യത ഈ കന്നിക്കൂറുകാർക്കുണ്ട്. പൊതുവേ ഈ ഉദ്യോഗ സംബന്ധമായ പ്രഷർ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതിനെ അതിജീവിച്ച് തന്നെ പോകണം. അല്ലാതെ ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ട്, പ്രഷർ വരാം. പ്രത്യേകിച്ച് ഈ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ട് വരും. അത് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പൊതുവെ അതിപ്പോൾ ഈ കന്നിക്കൂറുകാരെന്നല്ല, പൊതുവെ മാർച്ച് മാസം ഈ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അവർക്കും കൂടിയൊക്കെ ഈ ഒരു ഗ്രഹസ്ഥിതി കുറച്ച് മോശമാണ് പൊതുവെ. അത് സാധാരണ അതിൻ്റെ ഒരു പ്രത്യേക ഫലമായിട്ട് വരാഹമുരാചാര്യരാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ശനി ചതയ നക്ഷത്രത്തിൽ വരുമ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലുള്ളവരും കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. അടുത്തത് തുലാക്കൂറുകാരാണ്. ചിത്രയിൽ അര, ചോതി, വിശാഖത്തിൽ മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലം തന്നെയാണ്, ഗുണദോഷ സമ്മിശ്രമായ ഫലം. കുറച്ച് സാമ്പത്തികമായ കുറച്ച് ആനുകൂല്യം ഉള്ളൊരു സമയമാണ്. കുറച്ച് എന്തെങ്കിലും പൈസ കൂടുതൽ കിട്ടാനോ ശമ്പള വർധനവിനോ ഒക്കെ ശ്രമിച്ചാൽ നടക്കും. മാർച്ചല്ലേ, കുറച്ചൊക്കെ ശമ്പള വർധനവ് കമ്പനികളോട് ചോദിച്ചാൽ
അവർ ചിലപ്പോൾ തരും. അതിന് പറ്റിയൊരു അവസരമാണ്. അതുകൊണ്ട് അതൊക്കെ ചോദിച്ചോളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും തർക്ക വിഷയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും ഈ സമയത്ത്. ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ നല്ലതായിരിക്കും. സാമ്പത്തിക ലാഭം ഉണ്ടാവും. ആരോഗ്യസ്ഥിതിക്കും വലിയ ദോഷമൊന്നും വരില്ല. പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാൽക്കാലികളിൽ നിന്ന് ആപത്തുണ്ടാവാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നാൽക്കാലികൾ, ഇപ്പോൾ പട്ടിയോ അല്ലെങ്കിൽ പശുവോ അങ്ങനെയൊക്കെയുള്ള നാൽക്കാലികളിൽ നിന്നും എന്തെങ്കിലും ആപത്തുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നാൽക്കാലികളുമായിട്ട് ഇടപഴകുമ്പോൾ സൂക്ഷിക്കണം. ആനയടക്കം ഉത്സവകാലമൊക്കെയാണ്. ഈ നക്ഷത്രക്കാർ നാൽക്കാലികളോട് അകലം പാലിച്ചും ഒന്ന് സൂക്ഷിച്ചും വേണം ജീവിക്കേണ്ടത് ഈ ഒരു മാസം. മറ്റൊന്ന്, കുട്ടികൾക്കുണ്ടാവുന്ന രോഗങ്ങൾ. കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വന്നുവിടാൻ നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജ്വരം, പനി. ഇപ്പോൾ ഒരു ഫലമായിട്ട് പറയാൻ പറ്റില്ല, എല്ലാവർക്കും പനി ഉണ്ടെന്ന മട്ടിലാണ് ഇപ്പോൾ പനി. പക്ഷെ എന്നാൽ പോലും പനി ഒന്ന് കൂടാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തുടക്കത്തിലെ തന്നെ ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ ആരോഗ്യത്തിന് നമ്മളത് സന്താന ദുഃഖം അനുഭവിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് അത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെയാണെങ്കിലും ഈ ബൈക്കൊക്കെ ആയിട്ട് വളരെ സ്പീഡിലൊക്കെ ഓടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കർശനമായിട്ടും ഈ കൂറുകാർ നിയന്ത്രിക്കണം. അവർക്കൊക്കെ എന്തെങ്കിലും അപകടമോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ള ഒരു സമയം കൂടിയാണ്. ഈ ഒരു കാര്യങ്ങൾ മാത്രം തുലാം രാശിക്കാർ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കണം. ശിവക്ഷേത്രത്തിൽ ധാര, അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം, അല്ലെങ്കിൽ പിൻവിളക്ക്, കൂളമാല, ഇതെല്ലാം നടത്തേണ്ട ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് കാണുന്നില്ല. കാരണം ശുക്രൻ കുറച്ച് അനുകൂല സ്ഥിതി ഉള്ളതുകൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ വിദേശത്ത് പോകുന്നവരും വിദേശ യാത്രകളും പ്ലാൻ ചെയ്തിരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി വിദേശത്ത് പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവിടെ പോയിട്ട് ഒന്നും ആവാണ്ട് തിരിച്ചു വരേണ്ട പോലത്തെ സാഹചര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അത് വളരെ ഉറപ്പിച്ചിട്ട് വേണം വിദേശത്തേക്ക് പോകാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രകൾ മാറിപ്പോവാം. ഇപ്പോൾ ഏതെങ്കിലും വിസ സ്റ്റാമ്പിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് ചിലപ്പോൾ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ മാർച്ച് മാസം ഈ തുലാക്കൂറുകാർക്ക്. വിശാഖത്തിൽ മുക്കാല്, അനിഴം തൃക്കേട്ട, വൃശ്ചികക്കൂറ്, ഈ നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അനുകൂലമായൊരു സമയമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം 4 ശനിയുണ്ട്, 6 വ്യാഴമുണ്ട്, 5 സൂര്യനുണ്ട്. അതേപോലെ തന്നെ ഈ ചൊവ്വ പതുക്കെ ശനിയോട് കൂടി 4-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദോഷഫലാധിക്യമാണ് ഈ രാശിക്കാർക്ക് കൂടുതലായിട്ടുള്ളത്. പൊതുവെ മനോകാരകനായ ചന്ദ്രന് നീചസ്ഥിതിയുള്ള ഒരു രാശിയാണ് ഈ വൃശ്ചികം രാശി. അപ്പോൾ വൃശ്ചികക്കൂറുകാർ കുറച്ച് ഇമോഷണലായിരിക്കും, വികാരപരമായിട്ട് വേഗം പ്രതികരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം. അതേപോലെ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ട പല കാര്യങ്ങളും തടസ്സപ്പെട്ട് നിൽക്കാനും, ഇപ്പോൾ കോടതി വിധിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വല്ലാണ്ട് തടസ്സം വരാനും, അല്ലെങ്കിൽ ഇതിങ്ങനെ അനിശ്ചിതമായിട്ട് നീണ്ടു പോകാനും ഒക്കെ ഉള്ളൊരു കാലം കൂടിയാണ് ഇത്. ഈ സ്വജനങ്ങളുമായിട്ടുള്ള കലഹം വളരെ ശ്രദ്ധിക്കണം. വളരെ സ്നേഹമുള്ള, വളരെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള കലഹം, അവരുമായിട്ടുള്ള കലഹം വളരെ ശ്രദ്ധിക്കണം. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഗ്നിഭയമാണ്, ഗ്രഹത്തിലെ അഗ്നിഭയം. അപ്പം അതുകൊണ്ട് ഈ വീട്ടിലെ ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ, ഇപ്പോൾ ഗ്യാസ്, സ്റ്റൗവ്, അതിൻ്റെ എന്താ പറയുക, കുക്കറ്, ഇങ്ങനെയുള്ള കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ അഗ്നിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. കറണ്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. വീട്ടിലേക്ക് ചെറിയൊരു അഗ്നിബാധ ലക്ഷണം, ചെറുതല്ല അഗ്നിബാധ ലക്ഷണം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രിവെൻറ്റീവായിട്ട് നമ്മളെപ്പോഴും സൂക്ഷ്മതയോടുകൂടി വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഈ മാർച്ച് മാസത്ത് തന്നെ വലിയ ഇടിയൊക്കെ വെട്ടി, ഇടിയും മിന്നലോടുകൂടിയ മഴയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ സമയത്തൊക്കെ സുരക്ഷിതമായൊരു അകലത്തിൽ ഈ രാശിക്കാർ
മാറി നിൽക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റാനുള്ള സാധ്യതയൊക്കെയുണ്ട്. സാമ്പത്തികമായിട്ടും നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. മാറി വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ശരിയാവും. പിന്നെ ഈ ചെവിക്ക് എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കണം. അതുപോലെ ബാലൻസ് തെറ്റിപ്പോവുക, അങ്ങനെ ഉണ്ടല്ലോ, ഈ ചെവിയുടെ അസുഖം കൊണ്ട് ബാലൻസ് തെറ്റിപ്പോവുക, എന്തെങ്കിലും കേൾവിക്കുറവുണ്ടാവുക, അങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതും ശ്രദ്ധിക്കണം. മനസ്സിന് വല്ലാത്ത ഒരു വ്യാധിയും ചുട്ടുനീറ്റലും ഒക്കെ ഈ രാശിക്കാർക്ക് ഉണ്ടാവാം. കൂടുതൽ ഈശ്വരഭജനത്തോടു കൂടി പ്രധാനമായിട്ടും ഇവിടെ ഭജിക്കേണ്ടത് ശാസ്താവിനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ഭജിക്കണം. വേണ്ടതായിട്ടുള്ള ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ പാലഭിഷേകം, പൽപ്പായസം അങ്ങനെയുള്ള വഴിപാടുകളും, ശാസ്താവിന് നീരാഞ്ജനം, നീലപ്പെട്ട് അല്ലെങ്കിൽ എള്ളുപായസം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തി ഇവരൊക്കെ ഒരു ദോഷശാന്തി വരുത്തേണ്ടതാണ്. വൃശ്ചിക രാശിക്കാരെ കുറച്ച് അലേർട്ടായിട്ട് ശ്രദ്ധയോടുകൂടി, നമ്മൾ പറയില്ലേ അവർക്ക് റെഡ് അലേർട്ടാണ്, ഓറഞ്ച് അലേർട്ടല്ല, അല്ലെങ്കിൽ യെല്ലോ അലേർട്ടല്ല. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചും കൂടി ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു സമയം ആണ്. അടുത്ത കൂറുകാർ എന്ന് പറയുന്നത് ധനുക്കൂറാണ്. അപ്പോൾ ഉത്രാടത്തിൽ കാല്, പൂരാടം, മൂലം, പൂരാടം, ഉത്രാടത്തിക്കാലം, ഇങ്ങനെയാണ്. അവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ്. കാരണം ഈ 4 നിൽക്കുന്ന ഈ രാഹുവും സൂര്യനും വല്ലാണ്ട് മനക്ലേശം ഉണ്ടാക്കും. കാര്യം 5-ലെ വ്യാഴം അതിനൊക്കെ ഒരു നിവൃത്തിയാണെങ്കിലും വല്ലാണ്ടൊരു മനക്ലേശം ഉണ്ടാവാൻ പറ്റുന്ന ഒരു മാസമാണ്. അല്ലാതെ അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള സമയം ഇപ്പോൾ നമ്മുടെ ഉദ്യോഗരംഗത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രംഗത്തൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷേ മനക്ലേശം ഉണ്ടാവും, എന്തെങ്കിലും കൊണ്ടൊക്കെ മനസ്സിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. അതുകൊണ്ട് അത് മനസ്സിലാക്കി ദുർഗാഭഗവതിയെ ആശ്രയിക്കുക. ചന്ദ്രൻ്റെ കാരകത്തുള്ള ദുർഗാഭഗവതി, ആ ദുർഗാഭഗവതിയെ കൂടുതലായിട്ടും ആശ്രയിക്കുക. ഈ കർമ്മരംഗത്തേക്കൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ധാരാളം വരാം. ഇപ്പം ജോലിക്ക് എന്തെങ്കിലും പ്രൊമോഷൻ ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുക, പിന്നീട് കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡീപ്രമോഷൻ പോലെ വരിക, ഉള്ള സ്ഥാനത്ത് നിന്ന് താഴത്തേക്ക് പോരുക, അങ്ങനെയുള്ള അവസ്ഥകൾ അതും ഒക്കെ വരാം. മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ധനുക്കൂറുകാർ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഒരു പ്രോമിസ് ചെയ്യുക, ഒരു വാഗ്ദാനം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടരുത് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഏതെങ്കിലും വാക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ വാക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഈ ധനുരാശിക്കാർക്ക് തന്നെ കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും അതായത് ഈ നമ്മൾ ധനുരാശിക്കാർക്ക് ഈ വാഗ്ദോഷം കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ ആരെങ്കിലും നമ്മളോടൊരു വാക്ക് പറഞ്ഞാൽ അവർക്കും അത് പാലിക്കാൻ പറ്റില്ല. ഇപ്പോൾ സാമ്പത്തികമായ ഇടപാടുകളിലൊക്കെ അത് വളരെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വാക്കുകളിൽ വളരെ ശ്രദ്ധിക്കണം. അതാണ് ധനുരാശിക്കാർ ഈ ഒരു മാർച്ച് മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ, അതും പ്രത്യേകിച്ച് സുഖവാസ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഉണ്ടെങ്കിൽ, സാധാരണ മാർച്ച് മാസം പരീക്ഷയുടെ മാസമൊക്കെയാണ്, പതിവില്ല, എന്നാൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ യാത്രാകാരകനായിട്ടുള്ള അല്ലെങ്കിൽ ആ രാശ്യാധിപനായിട്ടുള്ള ബുധന് വരുന്ന ഈ പാപഗ്രസ്തതയും ഈ പാപയോഗങ്ങളും എല്ലാം അതും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം. അവിടെ പോയി എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ ആ യാത്ര ഒരു സുഖമില്ലാത്ത പോലെ വരിക, ആ യാത്രാമധ്യേ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ളതുകൊണ്ട് അതും കൂടിയൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് വേണം ഈ യാത്രകളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ. മറ്റേ അടുത്ത കൂറുകാർ ഈ ഉത്രാടത്തി, മുക്കാല്, തിരുവോണം, അവിട്ടത്തിലര, മകരക്കൂറ് ശ്രദ്ധിക്കണം. നല്ല ധനനഷ്ടത്തിന് സാധ്യതയുള്ള സമയമാണിപ്പോൾ. അതുകൊണ്ട് ധനപരമായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ ശ്രദ്ധിച്ച് വേണം പോവാൻ. അമിതമായ ചിലവ് വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും വഴികളൊക്കെ കണ്ടുപിടിച്ചോളണം. കഴിയുന്നത്ര ഷോപ്പിങ്ങൊക്കെ, വലിയ വലിയ ഷോപ്പിങ്ങുകളൊക്കെ ഒഴിവാക്കുക. കാരണം ഇതിങ്ങനെ പൈസ ഇങ്ങനെ പോണ സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ മകരക്കൂറുകാർക്ക് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തേക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരിക, അവരുടെ ഈ സഹോദരൻ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ സഹോദരനുമായിട്ട് എന്തെങ്കിലും കലഹങ്ങൾ വരിക, അതുമെല്ലാം ഈ സമയത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ആരോഗ്യവും ശ്രദ്ധിക്കണം.
എന്തെങ്കിലും അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്കിന്നിന് വരുന്ന അസുഖങ്ങൾ, ഇപ്പോൾ അതിൽ വസൂർ ചിക്കൻ ബോക്സ് ഒക്കെ അടക്കം ഉള്ള അസുഖങ്ങൾ അവർ ശ്രദ്ധിക്കണം. ചൂട് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ അവരെ വളരെയധികം ബാധിക്കാൻ ഇടയുണ്ട്. കുടുംബജീവിതത്തിലും കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്ത് എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ സംശയങ്ങളോ ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതെ പരസ്പരം ഉള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വേണം പോവാൻ. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നിയാൽ അത് പരസ്പരം സംസാരിച്ച് അത് പരിഹരിക്കണം. അല്ലെങ്കിൽ ഈ സമയത്തുണ്ടാവുന്ന ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ വഴക്കിനോ ബുദ്ധിമുട്ടിനോ ഒക്കെ ഒരു കാരണമായി തീരുന്ന ഒരു സാഹചര്യം ആണ്. തൊഴിൽ രംഗത്ത് അത്ര വലിയ കുഴപ്പമൊന്നും പറയാൻ ഇല്ല. തൊഴിൽ രംഗം അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോവും. അതായത് നമ്മളെപ്പോഴും പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജ്യോത്സ്യന്മാർ ഞങ്ങളത് ഉള്ളിൽ വെച്ചിട്ടാണ് പറയുന്നത്, നിങ്ങളോട് പറയില്ല എന്നുള്ളൂ. ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും രണ്ട് തരത്തിലാണ് ഈ ഭാവങ്ങളെ ചിന്തിക്കുക. ബാഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുള്ള, ഇപ്പോൾ നമ്മുടെ ജോലി, ഉദ്യോഗം, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്, ഇതൊക്കെ നമ്മളിൽ നിന്ന് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആന്തരിക ഭാവം എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശരീരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വികാരങ്ങൾ, ഇതൊക്കെയാണ് ആന്തരിക ഭാവങ്ങൾ. അപ്പോൾ ഈ മകരക്കൂറുകാർക്ക് കൂടുതലായിട്ട് ഈ ആന്തരിക ഭാവത്തിനാണ് ഇപ്രാവശ്യം ഈ മാർച്ച് മാസം ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത്. അടുത്തത് കുംഭക്കൂറ്. അവിട്ടത്തിൽ, അര, ചതയം, പൊരുട്ടാതി, മുക്കാല്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളൂടെ ഉണ്ടെങ്കിൽ അവരോട് ദിവസവും അമ്പലത്തിൽ പോകാൻ പറയണം. ഏതെങ്കിലും പുണ്യസങ്കേതങ്ങൾ പോകാൻ പറയണം. ശിവനും അയ്യപ്പസ്വാമിക്കും ഒക്കെ വഴിപാട് കഴിക്കാൻ പറയണം. കുറച്ച് ഒരു ടർബുലൻസ്, നല്ലൊരു റിസ്ക്കുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരനെ ഭജിച്ച് തന്നെ ഈ കാലം, അതിൽ ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറയുക അവരുടെ ആരോഗ്യവും ആയുസ്സുമാണ്. ഈ ജ്യോതിഷത്തിൽ നമ്മൾ ഈ പ്രശ്നം വയ്ക്കാനൊക്കെ ഓരോരോ വിധിയുണ്ട്. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ട ആയുസ് എന്നാ പറയുക. ആയപൂർവം പരീക്ഷേത പശ്ചാത്ത ലക്ഷണമാതിശയിൽ അനാശാന്തമർത്യാനം ലക്ഷണയ്ക്കും പ്രയോജനം. ആദ്യം ആയുസ് നോക്കൂ. ആയുസ് നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയേണ്ട കാര്യമുള്ളൂ. ആയുസില്ലാത്ത ഒരാളോട് ലക്ഷണം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരാളോട് നമ്മളിത് കുറേ പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ കുംഭക്കൂറുകാരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജാതകവും കൂടിയൊക്കെ ഒന്ന് പരിശോധിക്കണം. എന്തെങ്കിലും വല്ല ദശാസന്ധിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ദശാകാലമാണോ എന്നുകൂടി നിങ്ങളൊന്ന് പരിശോധിക്കണം. അപ്പോൾ സാമാന്യമായിട്ട് ഈ സ്വയം ചികിത്സ പോലെ കുറച്ചൊക്കെ ജ്യോതിഷം അറിയാവുന്നവർ സ്വയം ഒന്ന് നോക്കി വയ്ക്കും. എനിക്കിപ്പോൾ വ്യാഴത്തിൻ്റെ ദശയാണ്, അതിൽ രാഹുവിൻ്റെ ബഹാരാണ്, അങ്ങനെയൊക്കെ നോക്കി വയ്ക്കും. അപ്പോൾ രാഹു വ്യാഴം അഷ്ടമാധിപനാണ്, അപ്പോൾ അതിന് ദോഷാധിക്യം കൂടും. ഇങ്ങനെയൊക്കെ സാമാന്യമായ ഒരു നിലയിൽ നോക്കും. പക്ഷേ ഇവിടെ അത് പോരാ. ഇവിടെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നോക്കണം. ഇപ്പോൾ ഈ 22-ാം തിരക്കാണാധിപൻ്റെ ദശാകാലമാണോ, അല്ലെങ്കിൽ ഗുരുഭവനാധിപൻ്റെ ദശ അവിടെ ബന്ധപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അവഹാരങ്ങൾ അവിടെ ബന്ധപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത വേണ്ട ഒരു സമയമാണ് ഈ കുംഭക്കൂറുകാർക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവും, ആരോഗ്യപരമായ ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ട്, അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കട്ടെ. ഈ പരിഹാരങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം. ഈശ്വരഭജനം തന്നെയാണ് ഇതിനും ഒരു വഴി, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പറയണത് ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഒരു കുഴി അവിടെ ഉണ്ടെങ്കിൽ കുഴി അവിടെ ഉണ്ട് കേട്ടോ, മാറിപ്പോകൂ, അങ്ങനെ പറയുന്നതാണ്. അല്ലെങ്കിൽ പോയിട്ട് ആ കുഴിയിൽ വീഴില്ലേ, അത് വീഴണ്ട, അങ്ങോട്ട് മാറിപ്പോകൂ, അങ്ങനെ ഒരു അർത്ഥത്തിൽ നിങ്ങൾ എടുത്താൽ മതി. അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് ഈ കുംഭക്കൂറുകാർക്ക് എന്ന് പറയണത്. അടുത്ത മീനക്കൂറുകാർക്കും ഈ പുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, അവർക്കും ഈ കുംഭക്കൂറുകാർക്ക് പറഞ്ഞ ഫലമൊക്കെ അവർക്കുമുണ്ട്. അവരും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഉളുക്ക്, ചതവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാണ്ട് നോക്കണം. കുടുംബ ബന്ധത്തിൽ ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ അവർ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം കുട്ടികളെ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. പരീക്ഷാ സമയമാണ്, കുട്ടികൾ പഠിച്ചില്ലെങ്കിലും അത് ഒരു ടെൻഷനാകും. അതല്ല, കുറച്ചും കൂടി ഗൗരവമായിട്ടുള്ള
പല കാര്യങ്ങളും സന്താനങ്ങളെ കൊണ്ട് ഉണ്ടാവാം. സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില ചിത്ത സ്വഭാവങ്ങളൊക്കെ ആവിർഭവിക്കാനുള്ളൊരു സമയം കൂടിയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അവരും ഈ പറഞ്ഞ പോലെ ഈശ്വരവചനം അവർക്കും ആരോഗ്യത്തിനും കുറച്ചൊക്കെ ആയുസ്സിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടതായ വഴിപാടുകൾ അവർ ചെയ്യണം. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് കാണുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നവർക്ക് കൂടുതൽ പഠിക്കാൻ അതിനൊരു അനുകൂല സമയമാണ്. എന്തെങ്കിലും റിസർച്ച് PhD ഒക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം വളരെ നല്ല സമയമാണ്. തീർത്ഥാടനം എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂലമായ സമയമാണ്. പക്ഷേ ആരോഗ്യവും ആയുസ്സും ഈ സന്താനഭാവത്തിലേക്കുള്ള വിഷയങ്ങളും അത് ഒന്ന് നോക്കി നമ്മൾ പരിഹരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. താരതമ്യേന ഈ കുംഭക്കൂറുകാരെ വെച്ച് നോക്കിയാൽ മീനം രാശിയും ചെറിയൊരു ഇളവ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ ദോഷം 2 രാശിക്കാർക്കും തുല്യമായിട്ട് തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പ്രതികൂലമായൊരു കാലം ആണ് മാർച്ച് മാസം എന്ന് അറിഞ്ഞുകൊണ്ട് പ്രതികൂലമായൊരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു, അതേപോലത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറി നമ്മൾ കൂടുതൽ ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയില്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കും, കുറച്ചും കൂടി നമ്മൾ അലേർട്ടാവും, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. അതേപോലെ ഒരു കഷ്ടകാലം വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അലേർട്ടാവണം, നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് വേണ്ട വഴിപാടുകൾ നടത്തുക, അമ്പലങ്ങളിൽ പോവുക, സത്കർമ്മങ്ങൾ ചെയ്യുക, കുറച്ച് പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ജീവിക്കുക. ഈ പറഞ്ഞ 2 കൂറുകാർക്കും ചെറുതായിട്ട് അഗ്നിഭയം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ശിവനധാര അവർ കഴിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ഇടി, മിന്നൽ, കറണ്ട്, ഷോക്ക് ഇതൊക്കെ അവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ ദോഷഫലങ്ങളെല്ലാം മാറി സദ്ഫലങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.